Hello everyone, welcome back to the channel EduScore. ഇന്ന് നമ്മൾ എൻ സി ആർ ടി 8th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഇത് ഈ ചാപ്റ്ററിൻ്റെ ഫൈനൽ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഈ ചാപ്റ്ററിൻ്റെ മുമ്പത്തെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ബേസിക്കലി നമ്മൾ ഈ ചാപ്റ്ററിൽ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും പറ്റിയാണ് പഠിക്കുന്നത്. അതിൽ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയായിരുന്നു ഫസ്റ്റ് വീഡിയോ. ആൻഡ് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് മൂവ് ചെയ്തു. അതിൽ നമ്മൾ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആസ് വെൽ ആസ് വിത്ത് വാട്ടർ ആണ് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ചാനലിൽ പുതിയതാണ് അല്ലെങ്കിൽ ആ വീഡിയോസൊക്കെ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ 8th സ്റ്റാൻഡേർഡിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റയർ പ്ലേലിസ്റ്റ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാച്ച് ചെയ്യാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 3 ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ്റെ കൂടെ തന്നെ നമ്മൾ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിട്ടുപോയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പോർഷനിലേക്ക് മൂവ് ചെയ്യാം. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആസിഡ്സ് ആയിട്ടുള്ള റിയാക്ഷനും അതുപോലെ ബേസസ് ആയിട്ടുള്ള റിയാക്ഷനുമാണ്. So first is reactions with acids. Let us see how metals and non-metals behave with acids. So ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ആക്ടിവിറ്റിയിലൂടെയാണ്. ആക്ടിവിറ്റി 4.6. There is a warning at the beginning itself. Keep the mouth of the test tube away from your face. Use test tube holder to hold the test tube. Take samples of metals and non-metals listed in table 4.5 in separate test tubes and label them as A, B, C, D, E and F. With the help of a dropper, add 5 ml of dilute hydrochloric acid to each test tube one by one. Observe the reactions carefully. If no reaction occurs in the cold solution, warm the test tube gently. Bring a burning matchstick near the mouth of each test tube. സോ നമ്മളിവിടെ ഈ ടേബിളിൽ കുറച്ച് മെറ്റൽസും നോൺ മെറ്റൽസും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാഗ്നീഷ്യം, അലുമിനിയം, അയൺ, കോപ്പർ, ഇതൊക്കെ മെറ്റൽസ് ആണ്. അതേസമയം ചാർക്കോൾ, സൾഫർ ഇത് രണ്ടും നോൺ മെറ്റൽസ് ആണ്. സോ ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സിൽ എടുക്കുക ആൻഡ് പ്രോപ്പറായിട്ട് ലേബലും ചെയ്യാം. അതിനുശേഷം യു ഹാവ് ടു ആഡ് 5 ml ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് HCl ഓരോ ടെസ്റ്റ് ട്യൂബിലേക്കും 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. ആൻഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാ ടെസ്റ്റ് ട്യൂബ്സും ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വെച്ചിട്ട് വേണം നിങ്ങൾ പിടിക്കാൻ. കൂടാണ്ട് ഈ ടെസ്റ്റ് ട്യൂബ് നിങ്ങളുടെ മുഖത്ത് നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസിൽ പിടിക്കാനും ശ്രദ്ധിക്കുക. യു ആർ ഹാൻഡ്ലിങ് ആസിഡ്സ്, സോ ബി കെയർഫുൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പെർട്ടിക്കുലർ റിയാക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സൊല്യൂഷൻ സ്ലൈറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വാം ചെയ്യുക. വാം കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് റിയാക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു കത്തുന്ന മാച്ച് സ്റ്റിക്ക്, ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈ ടെസ്റ്റ് ട്യൂബ് മൗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒബ്സർവ് ചെയ്യുക എന്തെങ്കിലും പ്രത്യേകിച്ച് റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ. റിപ്പീറ്റ് ദ സെയിം ആക്ടിവിറ്റി യൂസിങ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ് ഇൻ ടേബിൾ 4.5. സോ നമ്മളിപ്പം ചെയ്ത അതേ എക്സ്പെരിമെൻറ്റ്, വി ഹാഡ് ഡൺ ഇറ്റ് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സെയിം ആക്ടിവിറ്റി ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് H2SO4 വെച്ചിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കാണുന്ന ഒബ്സർവേഷനും ഇവിടെ ഈ ടേബിളിൽ റെക്കോർഡ് ചെയ്യുക. സോ റൂം ടെമ്പറേച്ചറിൽ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, അതുപോലെ സൊല്യൂഷൻ വാം ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ചേഞ്ച് മനസ്സിലാവുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുക. Is there a difference in the way metals and non-metals react with acids? What could the pop sound in some cases be due to when a burning matchstick is brought near the mouth of the test tubes? So ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട്സ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. എല്ലാ മെറ്റൽസും എക്സെപ്റ്റ് ഫോർ കോപ്പർ, ബാക്കി എല്ലാ മെറ്റൽസിൻ്റെ കേസിലും നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ സൊല്യൂഷൻ ഒന്ന് വാം ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് റിയാക്ഷൻ വിൽ ബി മോർ ക്വിക്ക്, അതായത് റാപ്പിഡ് റിയാക്ഷൻ ആയിരിക്കും. അതേസമയം ചാർക്കോളിൻ്റെയും സൾഫറിൻ്റെയും കേസിൽ, അതായത് നോൺ മെറ്റൽസിൻ്റെ കേസിൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിലായാലും വാം ചെയ്ത സൊല്യൂഷനിലായാലും പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഈ മെറ്റൽസിൻ്റെ കേസിൽ നിങ്ങൾ ഈ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം യു ക്യാൻ ഹിയർ എ പോപ്പ് സൗണ്ട്.
What is the reason behind all this? So definitely നമുക്ക് മനസ്സിലായി മെറ്റൽസും നോൺ മെറ്റൽസും ഡിഫറെൻറ്റ് വേസിലാണ് ആസിഡ്സിനോട് ബിഹേവ് ചെയ്യുന്നത്. You must have found that nonmetals generally do not react with acids, but metals react with acids and produce hydrogen gas that burns with a pop sound. So metals acids node react ചെയ്യും, whereas non-metals cannot react with acids. So non-metals ആണെങ്കിൽ acids node react ചെയ്യില്ല. At the same time, metals react with acids and produce hydrogen gas. So ഈ hydrogen gas burn ചെയ്യുമ്പോഴാണ് ആ pop sound കേൾക്കാൻ പറ്റുന്നത്. You must have noticed that copper does not react with dilute hydrochloric acid even on heating, but it reacts with sulfuric acid. അപ്പം നമ്മളിപ്പോൾ മെറ്റൽസിൻ്റെ കാര്യം പറഞ്ഞതിൽ നമ്മൾ അവിടെയും പറഞ്ഞിരുന്നു കോപ്പറിനൊരു എക്സെപ്ഷൻ ഉണ്ടെന്ന്. കോപ്പറിൻ്റെ കേസിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് കോപ്പറിന് റിയാക്ഷൻസ് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ആയിട്ടാണെങ്കിൽ കോപ്പറിന് റിയാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ റീസൺ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പഠിക്കുന്നുണ്ട്. So next is reactions with bases. അവിടെയും നമ്മളൊരു ആക്ടിവിറ്റിയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Activity 4.7 to be demonstrated by the teacher. During the preparation of sodium hydroxide solution, care should be taken that the pellets of sodium hydroxide are handled with a plastic spatula. ഇത് ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻറ്റിൽ വേണ്ട സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കുമ്പം ജനറലി നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ചെറിയ പെല്ലറ്റ്സ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. സോ ഈ പെല്ലറ്റ്സ് നമ്മൾ എടുക്കുമ്പം ഷുഡ് ബി യൂസിങ് എ പ്ലാസ്റ്റിക് സ്പാച്ചുല. കാരണം സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്റ്റീവ് ആണ്. സോ ചില മെറ്റൽസിനോടൊക്കെ ഇതിന് റിയാക്ട് ചെയ്യാൻ പറ്റും. സോ പ്ലാസ്റ്റിക് ഈസ് ഇനേർട്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സ്പാച്ചുല യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പ്രിപ്പയർ എ ഫ്രഷ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് by dissolving 3 to 4 pellets of it in 5 ml of water. Drop a piece of aluminum foil into it. Bring a burning matchstick near the mouth of the test tube. Observe carefully. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ പ്രിപ്പയർ ചെയ്യണം. സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടേക്ക് 3-4 pellets of sodium hydroxide and add 5 ml of water. ഇനി ഈ സൊല്യൂഷനിലേക്ക് ഒരു ചെറിയ പീസ് ഓഫ് അലൂമിനിയം ഫോയിൽ ഇട്ട് നോക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക. What does the pop sound indicate? As before, the pop sound indicates the presence of hydrogen gas. മെറ്റൽസിന് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ ബേസ്. സോ ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റൽസ് വിത്ത് ബേസസ് ആർ കോംപ്ലെക്സ്. സോ മെറ്റൽസിൻ്റെ കേസ് പറഞ്ഞു, അതേസമയം നോൺ മെറ്റൽസും ബേസസുമായിട്ടുള്ള റിയാക്ഷൻ കുറച്ചും കൂടെ കോംപ്ലെക്സ് ആണ്. നെക്സ്റ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. So this is a particular group of reaction. Recall the activity of the reaction between copper sulfate and iron that you performed in class 7. Let us observe some more reactions of that kind. So നിങ്ങൾ കഴിഞ്ഞ വർഷം അതായത് 7th സ്റ്റാൻഡേർഡിൽ ചെയ്തൊരു എക്സ്പെരിമെൻറ്റ് കോപ്പർ സൾഫേറ്റും അയണും തമ്മിലുള്ള റിയാക്ഷൻ ഒന്നും കൂടെ റിക്കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് സിമിലർ കൈൻഡ് ഓഫ് കുറച്ച് റിയാക്ഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ ചെയ്യാൻ പോകുന്നത്. സോ ആക്ടിവിറ്റി 4.8 Take 500 ml beakers and label them A, B, C, D and E. Take about 50 ml of water in each beaker. Dissolve in each beaker a teaspoonful of each substance as indicated in figure 4.6a. Keep the beakers undisturbed for some time. Record your observations in your notebook. So ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇവിടെ താഴെ കാണിച്ചിട്ടുള്ള പോലെ 100 ml ബീക്കേഴ്സ് എടുക്കുക ആൻഡ് ഓരോന്നിനെയും ABCD എന്നായിട്ട് ലേബൽ ചെയ്യുക. ആൻഡ് എല്ലാ ബീക്കറിലും ഹാഫ് വാട്ടർ എടുക്കുക. എന്നിട്ട് ഈ ഓരോ ബീക്കറിലേക്കും ഈ ഫിഗർ 4.6 പറഞ്ഞിട്ടുള്ള പോലെ സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുക. ഇവിടെ ബീക്കർ എയിലേക്ക് കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക് ഗ്രാന്യൂൾ ആണ് ആഡ് ചെയ്യേണ്ടത്. ഇൻ ബീക്കർ ബി കോപ്പർ സൾഫേറ്റ് പ്ലസ് അയൺ നെയിൽ. ബീക്കർ സി zinc sulfate plus copper turnings. In beaker D, iron sulfate plus copper turnings. And in beaker E, zinc sulfate and iron nail. So ഇത് കുറച്ച് നേരം ഈ ബീക്കേഴ്സ് ഡിസ്റ്റർബ് ചെയ്യാണ്ട് വെക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ്. സോ ഇവിടെ എയും ബിയും ആയിട്ട് രണ്ട് ഫിഗേഴ്സായിട്ട് കാണിച്ചിട്ടുണ്ട്. എ ആണ് അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ റിയാക്ഷൻ ആൻഡ് ബി ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ. സോ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും
ആദ്യത്തെ 2 ബീക്കറിലും ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം നെക്സ്റ്റ് 3ലും, അതായത് ബീക്കർ സി, ഡി ആൻഡ് ഇ, പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ദർ ഇസ് നോ ചേഞ്ച്. അപ്പോൾ എന്താണ് ഈ ബീക്കർ എയിലും ബിയിലും സംഭവിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ചേഞ്ച്? Let us see. What changes do you observe in the various beakers? You have read that one metal displaces another metal from its compound in aqueous solution. In beaker A, zinc replaces copper from copper sulfate. That is why the blue color of copper sulfate disappears and a powdery red mass of copper is deposited at the bottom of the beaker. The reaction can be represented as follows. Copper sulfate plus zinc, which was in blue color, copper sulfate was in blue color, and after the reaction it will get turned into zinc sulfate, which is colorless, and copper, which is red in color. So അതാണ് നമുക്കിവിടെ ഈ ചേഞ്ച് ആയിട്ട് കാണുന്നത്. സോ ഇനീഷ്യലി ഈ ഇതിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് ആയിരുന്നു എടുത്തിരുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബ്ലൂ കളർ. അതിലേക്ക് നമ്മൾ സിങ്ക് ഗ്രാനുൾസ് ആഡ് ചെയ്തു. സോ ഈ അക്വസ് സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പറിനെ ഈ സിങ്ക് റീപ്ലേസ് ചെയ്തു. ആൻഡ് അപ്പം എന്ത് സംഭവിച്ചു? കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക് എന്നുണ്ടായിരുന്നത് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പറിനായി മാറി. സോ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ മാറിയിട്ട് കോപ്പറിൻ്റെ ഡെപ്പോസിഷൻ കാരണമുള്ള റെഡ് കളറാണ് നമുക്ക് സെക്കൻഡ് ഇതിൽ കാണാൻ പറ്റുന്നത്. സോ സെയിം വേ ബീക്കർ ബിയിലും കോപ്പർ സൾഫേറ്റ് പ്ലസ് അയണിലായിരുന്നു. അവിടെയും അയൺ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ റീപ്ലേസ് ചെയ്തിട്ട് അയൺ സൾഫേറ്റും കോപ്പറുമായിട്ട് മാറി. സോ അതുകൊണ്ടാണ് ആ കളർ ചേഞ്ചും നടന്നിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. കോപ്പർ സൾഫേറ്റ് വിച്ച് ഇസ് ബ്ലൂ ഇൻ കളർ reacts with zinc and forms zinc sulfate which is colorless and copper which is red in color. So ഇത് important ആണ് ഈ reaction. Same way you can write down the reaction taking place in beaker B in a similar manner. So അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? Copper sulfate, which is blue in color, reacts with iron and forms iron sulfate plus copper. I have understood the reactions taking place in beakers A and B, but I am still confused why there is no change in beakers C, D and E. So പഹലിക്ക് ഇപ്പം എയിലും ബിയിലും നടന്നത് എന്താണെന്നുള്ളത് മനസ്സിലായി. I hope you also understood what happened in beakers A and B. പക്ഷേങ്കിൽ ബീക്കേഴ്സ് സി, ഡി ആൻഡ് ഇയിൽ നമ്മൾ കണ്ടു there was no change. എന്തുകൊണ്ടാണത്? There could have been displacement of zinc by copper in beaker C and by iron in beaker E. Similarly, iron could be displaced by copper in beaker D. ബാക്കിയുള്ള 3 കേസിലും the individual metal could have displaced the other metal. പക്ഷെ അത് നടന്നിട്ടില്ല. എന്തുകൊണ്ടാണിത്? Since we do not see any change in beaker C, we can infer that copper is not able to replace zinc from zinc sulfate. But why? സോ നമുക്ക് അവിടെ ചേഞ്ചസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും കോപ്പറിന് സിങ്ക് സൾഫേറ്റിലെ സിങ്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണിത്? വെൻ സിങ്ക് ക്യാൻ റീപ്ലേസ് കോപ്പർ ഇൻ ബീക്കർ എ, why cannot copper replace zinc in beaker C? Remember that science is not arbitrary. It follows definite rules based on facts. And the rule here is that zinc is more reactive than copper and iron. So science നമുക്കറിയാം, സയൻസ് ഇസ് ഫുൾ ഓഫ് റൂൾസ് ആൻഡ് ഫാക്ട്സ്. സോ ഓരോ തിയറി നമ്മൾ പ്രപ്പോസ് ചെയ്താലും അതിന് പ്രോപ്പർ എവിഡൻസ് ഉണ്ടാവണം. സോ നമ്മൾ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത്. സോ ഇവിടെയും ഒരു പ്രോപ്പർ റൂൾ ഉണ്ട്. എന്താണ് ഇവിടുത്തെ കാരണം? സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആൻഡ് അയൺ. A more reactive metal can replace a less reactive metal, but a less reactive one cannot replace a more reactive metal. So ഇവിടുത്തെ rule is that a more reactive metal can replace a less reactive metal, but the vice versa is not possible. അപ്പോൾ ഇവിടെ ബീക്കർ സിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ ആയിരുന്നു റിയാക്ഷൻ. പക്ഷേ ഇവിടെ കോപ്പറിന് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട്, സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് കോപ്പറിന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. Now you can understand why there are no displacement reactions in beakers D and E also. ഈ പറഞ്ഞ ഈ സെയിം റൂൾ തന്നെയാണ് അവിടെയും ആപ്ലിക്കബിൾ. അവിടെയാണെങ്കിൽ
ബീക്കർ ഡിയിലാണെങ്കിൽ അയൺ സൾഫേറ്റും കോപ്പറും ആണ്. സോ അവിടെ അഗെയിൻ അയണിനെക്കാട്ടിലും ലെസ് റിയാക്റ്റീവ് ആണ് കോപ്പർ. ബിക്കോസ് ഓഫ് ദിസ് റീസൺ കോപ്പറിന് അയൺ സൾഫേറ്റിലെ അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇനി ബീക്കർ ഇയിലാണെങ്കിലും സിങ്ക് സൾഫേറ്റും അയണും ആണ് റിയാക്ട് ചെയ്യുന്നത്. അവിടെയും സിങ്ക് സൾഫേറ്റിലെ സിങ്കിനെക്കാളും ലെസ് റിയാക്റ്റീവ് ആണ് അയൺ. അതുകൊണ്ട് അയണിന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഐ ഹോപ്പ് ദിസ് തിങ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. Can you guess the sequence of metals from more reactive to less reactive among zinc, iron and copper? So ഈ 5 റിയാക്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആൻഡ് ഓരോ റിയാക്ഷനും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇൻഫർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഈ ഓരോ മെറ്റീരിയലിനെയും അല്ലെങ്കിൽ ഓരോ മെറ്റലിനെയും ഡിക്രീസിങ് റിയാക്ടിവിറ്റിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം. സോ ഇതിലേതാണ് മോസ്റ്റ് റിയാക്റ്റീവ്? സിങ്ക് ആണ് മോസ്റ്റ് റിയാക്റ്റീവ്. അയൺ കംസ് നെക്സ്റ്റ് ആൻഡ് കോപ്പർ കംസ് ദ ലാസ്റ്റ് എമംഗ് ദീസ് 3. സോ നേരത്തെ നമ്മൾ മെറ്റൽസും ആസിഡ്സും തമ്മിലുള്ള റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു കോപ്പറും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. വെറാസ് കോപ്പറും സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ, ആ റിയാക്ഷൻ സൊല്യൂഷൻ ഒന്ന് വാർം ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ദ ടൈം റിയാക്ഷൻ വിൽ ഹാപ്പൻ. സോ എന്താണ് ഇവിടുത്തെ റീസൺ? ദ സെയിം തിങ്. എ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് ദ ലെസ് റിയാക്റ്റീവ് വൺ, ബട്ട് എ ലെസ് റിയാക്റ്റീവ് വൺ cannot displace the more reactive one. സോ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ്റെ താഴെയാണ് കോപ്പർ വരുന്നത്. വിച്ച് മീൻസ് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ കോപ്പറിനെ കൊണ്ട് പറ്റില്ല. സോ ഈ റീസൺ കൊണ്ട് തന്നെയാണ് കോപ്പർ മോസ്റ്റ് ഓഫ് ദ ആസിഡ്സിലും ഡിസോൾവ് ആവാത്തത്. അതേസമയം സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള ചില ആസിഡ്സിലൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും കോപ്പറിന്. So I hope this displacement reaction concept is clear to all of you. ഈ റിയാക്ടിവിറ്റി സീരീസ് എന്നുള്ള കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. റിയാക്ടിവിറ്റി സീരീസിൽ ഓരോ മെറ്റലിൻ്റെ പൊസിഷൻ ഒരു റഫ് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഐഡിയ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത മെറ്റൽസിനെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. സോ സിങ്ക് ഈസ് ദ മോസ്റ്റ് റിയാക്റ്റീവ്, ദെൻ കംസ് അയൺ ആൻഡ് ഫൈനലി കോപ്പർ. സോ ഈ 3 എണ്ണത്തിൻ്റെയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ആൻഡ് ഓൾസോ ഹൈഡ്രജൻ കോപ്പറിൻ്റെ ജസ്റ്റ് മേലെ വരും. കോപ്പറിനും അയണിനും ഇടയിലായിട്ടാണ് ഹൈഡ്രജൻ്റെ പൊസിഷൻ. ആൻഡ് ഫൈനലി യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. You should be able to guess why metals are used in making machinery, automobiles, airplanes, trains, satellites, industrial gadgets, cooking utensils, water boilers, etc. സോ നമുക്കറിയാം വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറ്റൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാരണമാണ്. ചില കെമിക്കൽ പ്രോപ്പർട്ടീസും മെറ്റൽസിനെ ഫേവറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആക്കുന്നുണ്ട്. സോ അത് നമുക്കറിയാം. യു ആർ ഓൾസോ ഫെമിലിയർ വിത്ത് ദ യൂസസ് ഓഫ് സം നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിനെ കൊണ്ട് നമുക്ക് സിമിലർലി പല യൂസസും ഉണ്ട്. ഹിയർ ആർ സം ഇൻട്രസ്റ്റിംഗ് വൺസ്. വി ആർ ഷുവർ ദാറ്റ് യു വിൽ ഗസ് ദം റൈറ്റ്. സോ താഴെ ചില നോൺ മെറ്റൽസിൻ്റെ യൂസസ് പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിലും ഇൻവോൾവ് ആയിട്ടുള്ള നോൺ മെറ്റൽ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. Okay, we will try. Non-metal is essential for our life, which all living beings inhale during breathing. So, നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഇൻഹെയിൽ ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് ഓക്സിജൻ. ഓക്സിജൻ is a non-metal. Non-metals used in fertilizers to enhance the growth of plants. So, പ്ലാന്റ്സിൻ്റെ ഫെർട്ടിലൈസേഴ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള non-metals. Generally, nitrogen, phosphorus ഒക്കെ ഫെർട്ടിലൈസേഴ്സിൽ യൂസ് ചെയ്യുന്ന നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽ യൂസ്ഡ് ഇൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്. ജനറലി നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ക്ലോറിൻ വാട്ടറൊക്കെ പ്യൂരിഫൈഡ് വാട്ടർ ആണ്. സോ ക്ലോറിനേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് വി പ്യൂരിഫൈ വാട്ടർ. സോ ദിസ് ക്ലോറിൻ ഇസ് എ നോൺ മെറ്റൽ. നോൺ മെറ്റൽ യൂസ്ഡ് ഇൻ ദ പർപ്പിൾ കളേർഡ് സൊല്യൂഷൻ വിച്ച് ഇസ് അപ്ലൈഡ് ഓൺ വൂൺസ് ആസ് ആൻ ആൻറ്റിസെപ്റ്റിക്. നമ്മൾ വൂൺസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് ടിങ്ചർ അയഡിൻ. സോ ആ ടിങ്ചർ അയഡിൻ എന്ന് പറയുന്ന പർപ്പിൾ കളേർഡ് സൊല്യൂഷനിലെ നോൺ മെറ്റലാണ് അയഡിൻ. നോൺ മെറ്റൽസ് യൂസ്ഡ് ഇൻ ക്രാക്കേഴ്സ്. സോ ക്രാക്കേഴ്സിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു നോൺ മെറ്റലാണ് സൾഫർ. യു മേ ആഡ് സം മോർ യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഫ്രം യുവർ എക്സ്പീരിയൻസസ്. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾക്ക് അറിയുന്ന മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഒക്കെ യൂസസും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. So here comes the end of this chapter. വരുന്ന വീഡിയോയിൽ we will be discussing the important questions from this chapter and also നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. അതാത് ദിവസം തന്നെ എല്ലാ പോർഷൻസും തറോ ആയിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക.
ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ താഴെ കമൻസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. വി വിൽ ബി ആൻസറിങ് ഓൾ യുവർ ഡൗട്ട്സ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആൻഡ് yeah, that's it. So stay safe, stay happy. Thank you.